ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേർക്ക് ഡൗട്ടൊക്കെ ഉണ്ടാവും, നമ്മൾ എങ്ങനെയാണ് ഈ ജർമ്മനിയിലേക്ക് വരാൻ പറ്റുക, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിന് വേണ്ടത്, എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് നമുക്ക് അതിന് വേണ്ടത് എന്നൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഹൗസ് ബിൽഡിംഗ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 3 ഇയർ വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. അതിൽ നമുക്ക് ഹാഫ് വർക്കും ഉണ്ടാവും, ഹാഫ് സ്റ്റഡീസും ഉണ്ടാവും. കറക്റ്റ് 1.5 വർഷം പഠിക്കുക, 1.5 വർഷം ജോലി ചെയ്യുക അങ്ങനെയല്ല. നമുക്കിപ്പോൾ 1 മാസം ക്ലാസ് ആണെങ്കിൽ 1 മാസം നമുക്ക് വർക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ വർഷം നമുക്ക് വെക്കേഷൻസും ഉണ്ട്. നമുക്ക് ശരിക്കും 3 വീക്സാണ് ഒരുമിച്ച് നമുക്ക് എടുക്കാൻ പറ്റുക. ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആഴ്ച നമുക്ക് സമ്മറിൽ വെക്കേഷൻ കിട്ടും, പിന്നെ 2 ആഴ്ച വിൻ്ററിൽ വെക്കേഷൻ കിട്ടും. അങ്ങനെയാണ് ഈ 3 ഇയേഴ്സിൽ ഞങ്ങൾക്ക് വെക്കേഷൻസ് കിട്ടാറ്. പിന്നെ പബ്ലിക് ഹോളിഡേയ്സിൽ നമ്മൾ സ്കൂൾ ടൈം ആണെങ്കിൽ നമുക്ക് അവിടെ അവധി കിട്ടും. നമുക്കിപ്പോൾ വർക്കാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും ചില ദിവസങ്ങളിൽ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള എക്സ്ട്രാ പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് വേണോ അതോ നമുക്ക് ഫീസൊക്കെ ഉണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. സോ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഫ്രീ ആണ്. നമുക്ക് ശരിക്കും എല്ലാ മാസവും നമുക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുകയാണ് ചെയ്യുക. ലൈക്ക് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് 1,10,000 രൂപ നമുക്ക് കിട്ടും. നമുക്ക് ഒരു മാസം നമുക്ക് സ്റ്റൈഫൻ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ടാക്സുകളും പിന്നെ നമ്മുടെ റെൻറ്റും എല്ലാം പോയിട്ടാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. അപ്പോൾ അത് ഇത്തിരി വേണ്ടി കുറയും. അതിൽ നിന്ന് ഒരു അറൗണ്ട് ഒരു 200 യൂറോസൊക്കെയാണ് റെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 750 യൂറോസ് അല്ലെങ്കിൽ 850 യൂറോസ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നമ്മൾ നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എക്സ്പെൻസസും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തിരിയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. ബട്ട് ഇപ്പോൾ നമ്മൾ തനിയെ അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഏജൻസി ഫീസസും അങ്ങനെയൊന്നും ആവത്തില്ല. ബട്ട് നമുക്ക് ഈ ട്രാൻസ്ലേഷനും പിന്നെ വിസയ്ക്ക് അതിനൊക്കെ നമുക്ക് കാശ് വരും. ബട്ട് ഇപ്പോൾ ഏജൻസി വഴി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏജൻസിക്ക് എന്തായാലും അവർ ഇത്രയും വർക്ക് ചെയ്യണോണ്ട് നമ്മൾ അവർക്ക് എന്തായാലും ഒരു 2 lakhsോ 3 lakhsോ ഒക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മളിപ്പോൾ ഒരു ഏജൻസി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം. ബിക്കോസ് കുറേ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കണ കുറേ ഏജൻസീസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഏജൻസീനെ നിങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ അടുത്ത് അവർ മുമ്പ് കൊണ്ടുപോയ കുട്ടികളുടെ നമ്പർ ചോദിച്ച് അവരുടെ അടുത്ത് സംസാരിച്ച് എങ്ങനെയുണ്ട് അവിടെ സ്റ്റേ ഒക്കെ എങ്ങനെയുണ്ട്, ഈ ഏജൻസിയുടെ കൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് എങ്ങനെയായിരുന്നു, എളുപ്പമായിരുന്നു, അവരെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നോ, അങ്ങനെയൊക്കെ നമ്മളൊരു ഏജൻസീനെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ മുമ്പ് കൊണ്ടുപോയ സ്റ്റുഡൻസിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് വേണം നമ്മളൊരു ഏജൻസീനെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഒരു കുട്ടീനെ മാത്രമല്ല 2-3 കുട്ടികളൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് വേണം നമ്മളൊരു ഏജൻസീനെ നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനും ഫസ്റ്റ് ഒരു ഏജൻസിയിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഒരു ഏജൻസി ഞങ്ങൾ 1 വർഷം വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഫസ്റ്റ് പറഞ്ഞു B1 സർട്ടിഫിക്കറ്റ് മതിയെന്ന്. അങ്ങനെ B1 സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അടുത്ത ഇൻടേക്ക് ആവട്ടെ. അങ്ങനെ B2 സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു അടുത്ത ഇൻടേക്ക് ആവട്ടെ. അങ്ങനെ പറഞ്ഞ് 1 വർഷം ശരിക്കും ഞങ്ങളുടെ പോയായിരുന്നു. പിന്നെയാണ് എൻ്റെ കസിൻ ചേട്ടൻ ഇവിടെ അന്വേഷിച്ച് ഒരു സ്റ്റെല്ലെ കണ്ടുപിടിച്ചത് ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടി. എൻ്റെ ചേട്ടനും ഞാനും എൻ്റെ ചേച്ചിയും ഒരുമിച്ചാണ് ഇവിടെ ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്നത് ഒരേ ക്ലാസ്സിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാംഗ്വേജ് പഠിക്കണം. സോ നമുക്ക് നഴ്സിംഗ് പഠിക്കാൻ വരാനായിട്ട് നമുക്ക് B1 ജർമ്മൻ ലെവൽ എന്തായാലും അത്യാവശ്യമാണ്. ഞാൻ വന്നത് B2 ലെവൽ വെച്ചിട്ടാണ്. ബട്ട് B1 വെച്ചിട്ടും വന്ന കുട്ടികളെ എനിക്കറിയാം. പക്ഷേ നഴ്സിംഗ് പഠിച്ച് കഴിയുമ്പോൾ എന്തായാലും നമുക്ക് B2 വേണം. അപ്പോൾ സേഫ് ഓപ്ഷൻ എപ്പോഴും B2 കഴിഞ്ഞ് വരുന്നതായിരിക്കും. നമ്മൾ അങ്ങനെ B2 പഠിച്ച സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജർമ്മനിയിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതെന്നും ഏതൊക്കെ സ്കൂൾസ് ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട് അവിടുത്തെ മെയിൽസൊക്കെ എടുത്ത് കോൺടാക്റ്റ് ചെയ്യണം അവരെ. നമ്മൾ മെയിൽ അയക്കുക അവർക്ക്, എനിക്കിങ്ങനെ ജർമ്മനിയിലേക്ക് ഹൗസ് ബിൽഡിംഗ് പഠിക്കാനായിട്ട് വരാൻ താല്പര്യമുണ്ട്. അങ്ങനെ നമ്മൾ ജസ്റ്റ് നല്ലൊരു മെയിൽ അവർക്ക് അയക്കുക. അപ്പോൾ അവർക്ക് ഫ്ലാറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇനി കുട്ടികളെ എടുക്കാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. തിരിച്ച് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എല്ലാം അവർ ആ മെയിലിൽ അയക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ തനിയെ അവർ ഓരോന്ന് പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ അതേപോലെ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏജൻസീനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ അവരപ്പോൾ എല്ലാം നമുക്ക് കറക്റ്റ് അവർ തന്നെ മെയിൽ അയച്ച് അവർ തന്നെ സ്കൂൾസൊക്കെ കണ്ടുപിടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് തരും. താമസിക്കാനുള്ള സ്ഥലം എല്ലാം അവർ തന്നെ തരും. പക്ഷേ നമ്മൾ തനിയെ ചെയ്യുമ്പോൾ അതിത്തിരി ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ചില ഹോസ്പിറ്റൽസും ചില ഓൾഡ് ഏജ് ഹോംസും മാത്രമാണ് അവർക്ക് സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്ത് തരത്തുള്ളൂ. ഏജൻസി ആയിരിക്കും ഞാൻ ഇത്തിരി വേണ്ടി പ്രിഫർ ചെയ്യുക. ബട്ട് തനിയെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തനിയെ ചെയ്തോ, കുഴപ്പമില്ല.
ഏജൻസീസ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നും അറിയേണ്ട വരില്ലല്ലോ. ഞാൻ വന്നത് എൻ്റെ ഒരു കസിൻ ചേട്ടൻ വഴിയാണ് വന്നത്. ചേട്ടന് ഇപ്പോൾ ഒരു ഏജൻസി ഉണ്ട്, ഒലിവ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു ഏജൻസിയാണുള്ളത്. നിങ്ങൾക്കപ്പോൾ അതിന് കോൺടാക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് അയച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമുക്ക് അപ്പോൾ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വരാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് +2 സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം. പിന്നെ നമുക്ക് വേണ്ടത് B1 ലെവൽ സർട്ടിഫിക്കറ്റ് ആണ് ലാംഗ്വേജിന്. പിന്നെ നമുക്ക് ഏത് അബ്രോഡിലേക്ക് പോകാനായിട്ടാണെങ്കിലും നമുക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം പോലീസിൻ്റെ. സോ അതും നമുക്ക് വേണം. ഇപ്പം നമ്മൾ തനിയെ ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് തനിയെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ ചോദിക്കാൻ പോകുന്ന ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ ആയിരിക്കും. +2 സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു CV, മോട്ടിവേഷൻ ലെറ്റർ, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മളവിടെ ചെയ്യാൻ പോകുന്ന സ്കൂളിൻ്റെ പെർമിഷൻ ലെറ്റർ, കോൺട്രാക്റ്റ്, അതൊക്കെ ആയിരിക്കും അവർ ചോദിക്കാൻ പോകുന്നത് മെയിൻലി. അങ്ങനെ നമ്മൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മുടെ മോട്ടിവേഷൻ ലെറ്ററൊക്കെ കണ്ട് CV ഒക്കെ കണ്ട് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നമുക്ക് ഇൻ്റർവ്യൂ വെക്കും. ചില സ്ഥലത്തൊക്കെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവുള്ളൂ, ചില സ്ഥലത്ത് 2 ഇൻ്റർവ്യൂ 3 ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും, സ്കൂളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതിലും നമ്മൾ പാസ്സാവണം. അവർ നമ്മുടെ എക്സ്പീരിയൻസ് നോക്കും. നമുക്ക് നഴ്സിങ്ങിൽ എത്ര ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് മുമ്പുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ചോദിക്കും. പിന്നെ ലാംഗ്വേജ് എന്തായാലും അവർ നോക്കും. എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത് ജർമ്മൻ ലാംഗ്വേജിലാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും നല്ല ഭാഷ വേണം. അല്ലെങ്കിൽ നമുക്ക് ഒരു 6 മന്ത്സ് പ്രൊബേ പീരീഡ് ഉണ്ട്. അപ്പോൾ അതിൽ അവർ എക്സാംസൊക്കെ നോക്കി, എക്സാംസൊക്കെ എഴുതിപ്പിച്ച് നമ്മുടെ ലാംഗ്വേജൊക്കെ നോക്കി നമ്മൾക്ക് അങ്ങനെ ഒട്ടും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ തിരിച്ച് നാട്ടിലേക്ക് വിടും. അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവർ വേറൊരു രീതിക്കൊക്കെ അവർ ഓവർകം ചെയ്തു. ബെറ്റർ ഓപ്ഷൻ എപ്പോഴും B2 ലാംഗ്വേജ് പഠിച്ചിട്ട് ഇവിടെ വരുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടാവില്ല. ചിലവരുടെ ഡൗട്ടാണ്, നമ്മൾ ഡയറക്റ്റ് ഇവിടെ ഹൗസ് ബിൽഡിങ്ങിന് വരണോ, അതോ FST ഫസ്റ്റ് ചെയ്തിട്ട് ഹൗസ് ബിൽഡിങ്ങിന് കയറണോ, അല്ലെങ്കിൽ APH ചെയ്യണോ, അതായത് അൾട്ടൻ ഫ്ലീഗെ ഹിൽഫർ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് 1 വർഷത്തെ, അത് ചെയ്തിട്ട് കയറണോ, അങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. സോ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം, ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് FST ചെയ്തിട്ട് ഹൗസ് ബിൽഡിങ്ങിന് കയറിയവരെയും 1 വർഷം അൾട്ടൻ ഫ്ലീഗെ ഹെൽഫർ പഠിച്ച് വന്നവരെയും പിന്നെ ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന് കയറിയവരെയൊക്കെ. ഞാൻ പേഴ്സണലി ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന് കയറുകയാണ് ചെയ്തത്. സോ എനിക്ക് ഉണ്ടായ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാടെന്ന് പറയാനായിട്ടാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് തന്നെ നഴ്സിങ്ങിന് കയറിയത് കൊണ്ട് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ക്ലാസ് ആയിരുന്നു, ഷൂൾ ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല, ഒരു വേർഡ്സും അറിയത്തില്ല. ഇപ്പോൾ നമ്മുടെ കണ്ണിനാണെങ്കിലും മൂക്കിനാണെങ്കിലും എല്ലാത്തിനും അവർ വേറെ പേരാണല്ലോ ജർമ്മനിയിൽ. അപ്പോൾ നമുക്കതൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മളതൊന്നും പഠിച്ചിട്ടല്ലല്ലോ നമ്മൾ വരുന്നത്. B2-ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ മെഡിക്കൽ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് ഇച്ചിരി കഷ്ടപ്പാട് തന്നെ ആയിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയത് ഒരു 7 മന്ത്സ് 8 മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ഇതിലേക്ക് വരാൻ പറ്റിയത്. നന്നായി കറക്റ്റ് മനസ്സിലാവാനും കറക്റ്റ് എന്തൊക്കെയാണ് അവർ പറയുന്നത്, എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങാനായിട്ടൊരു 8 മന്ത്സ് ഒക്കെ എടുത്തു. ശരിക്കും എൻ്റെ ഒരു ഇതിൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, ശരിക്കും ഒന്നില്ലെങ്കിൽ APH 1 വർഷം പഠിച്ചിട്ട് ഹൗസ് ബിൽഡിങ്ങിലേക്ക് കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലും കിട്ടും, തിയറിയും കിട്ടും. FST ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ പ്രാക്ടിക്കൽ അറിവ് മാത്രമേ കിട്ടത്തുള്ളൂ. APH 1 വർഷത്തെ ആ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലും കിട്ടും, തിയറിയും കിട്ടും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എക്സാംസ് എങ്ങനെയാണ് വരണേന്നോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, 1 വർഷത്തെ APH പഠിച്ചിട്ട് പിന്നെ 3 വർഷത്തെ ഹൗസ് ബിൽഡിങ്ങിലേക്ക് കയറുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത്. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഇത് നിങ്ങൾക്ക് ഇത്രയെങ്കിലും യൂസ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളിത് ബാക്കിയുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ജർമ്മനിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക്. നിങ്ങൾക്ക് ഇത്തിരി ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ ബൈ.